ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ അവധിയായിട്ട് ഇങ്ങനെ ഹോസ്റ്റലിൽ ഇരിക്കാനെടുത്ത് ഡേ ഇൻ അവർ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പോയി പാർവതിനെ വിളിച്ച് എണീപ്പിച്ചു. വിളിക്കാണ്ട് ഫുഡ് കഴിക്കാൻ എന്നിട്ട് എനിക്ക് എടുത്തു വെച്ചതില്ല, അതുകൊണ്ട് അതിൽ എനിക്ക് ഫുഡ് ഭയങ്കര ഇന്ന് ഇവിടെ സെറ്റാക്കിയിട്ട് കാണാം. നീ എന്നെ പല്ലിയേക്കാൻ പോയില്ലേ? പള്ളിയൊക്കെ മാറി ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ ഡേ ഇൻ യുവർ ലൈഫ് എടുക്കാൻ പോകും. ഡേ ഇൻ യുവർ ലൈഫ് നിങ്ങൾ കണ്ടിട്ട് ആദ്യമായിട്ട് അതിൽ കണ്ടിട്ട് വീഡിയോയിൽ ഇത് ആഡ് ചെയ്തില്ല. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, എപ്പോൾ എഴുന്നേറ്റ് എണീറ്റിട്ട് കുറച്ച് നേരമായി. കഴിക്കാൻ പോകുന്നുണ്ടോ? പല്ല് വെക്കാൻ പോകും ഗൈസ്. ഞാൻ തേച്ചില്ല, ഇവള് കഴിച്ച് എന്നിട്ട് വിളിച്ചോ? ഇല്ല, വൈ എടുത്തു വെച്ചില്ല. ഇന്ന് പോയി നിങ്ങളും പോയി ചിത്തോളൂ. കേട്ടോ കേട്ട് കാണുന്നില്ല, ഒരു വലിയ കളർ മാത്രം കാണാം. ചെറുതായിട്ടേ കാണൂടെ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം. വന്ന വഴി ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കാണിക്കാൻ അണ്ടർഗാർമെന്റ്സ് ആണ്. ഹലോ ഗൈസ്, ദേശീയ പണിമുടക്കായിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ ഇങ്ങനെ ചുമ്മാ പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ ഞങ്ങളെ കഴുകാത്ത തുണിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴുകാനിടാന്ന് ഞങ്ങൾക്കൊരു കുട്ടി ബ്ലോഗറും കൂടി ഉണ്ട്, പുതിയതായിട്ട് ആഡ് ആയത്. അതിൽ കുറച്ച് OCD ഉള്ളതുകൊണ്ട് അതിൽ കരിയില എടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ മടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാഷിംഗ് മെഷീൻ്റെ എടുത്തുള്ളൂ. ബെഡ്ഷീറ്റ് അഴുകുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഇടുന്നതേ ഉള്ളൂ. അല്ലാണ്ട് മടിയൊന്നും കൊണ്ടല്ല. മടി ഞങ്ങൾക്ക് തീരെ മടിയില്ലാത്ത കുട്ടികളാണ് ഞങ്ങൾ, അല്ലേ പാറു? അതെ. അപ്പം ഞങ്ങൾ അലക്കാൻ പോവാണ്, അലക്കിയിട്ടത്. ഗൈസ്, ഞങ്ങൾ തുണി കഴുകുന്നിട്ടുണ്ട് ഗൈസ്. ദിസ് ഈസ് അവർ ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡ്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അവിടെ പോയാലോ? പക്ഷെ അതിലേക്കൊക്കെ ഇത് മുക്കി വെക്കട്ടെ. അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുന്നു, പക്ഷെ അവിടെ ഫുള്ള് വെയിലായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. എന്താ അടുത്ത പ്ലാൻ? നമ്മുടെ പറ, എന്തൊക്കെ സംസാരിക്കും. വാഷിംഗ് മെഷീനിൽ തുണി ഇടണം, എന്നിട്ട് രാവിലെ ഫുഡ് കഴിച്ചില്ല. ഇതിൽ മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇതിൽ മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. നീ ഫുഡ് കഴിക്കാൻ നോക്കേ? വേണ്ട. അതെ, തുണി ഇടുമ്പോൾ 2 ബക്കറ്റ് എടുക്കുന്നത്, അത് ഞങ്ങളുടെ തുണിയാണ്. വാഷിംഗ് മെഷീന് വെള്ളം നിറച്ചത്. എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി 2 വാക്ക് പറയാനുള്ളത്. വളരെ നന്നായിട്ട് കഴുകുന്നുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ റെസ്റ്റില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാമോ? അവിടെ നാച്ചുറലി അലക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവിടെ കാണിച്ചു തരാം. ഇത് അലക്കാൻ പറ്റും. ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് അവിടെ ഒരു തുണി കഴുകുക. വി ആർ മോഡേൺ, വി ആർ കമ്മിങ് ഫ്രം മോഡേൺ ഫാമിലി. സോ വി വാഷിംഗ് മെഷീനിൽ കഴുകും. വീട്ടിലെത്ര വാഷിംഗ് മെഷീനുണ്ട്?
ഡ്രസ്സ് ഞാൻ മാമിക്കൊന്ന്, എനിക്കൊന്ന്, എൻ്റെ ഗ്രാൻഡമ്മയ്ക്ക് ഒന്ന്, എൻ്റെ അസിസ്റ്റൻ്റ് ഒന്ന്, അങ്ങനെ 5 വാഷിംഗ് മെഷീൻ. അതെ, ഇവിടെ പിന്നെ ഒരു വാഷിംഗ് മെഷീൻ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ചെയ്യാൻ നമ്മൾ സാഹചര്യത്തിനൊക്കെ ജീവിക്കണമല്ലോ. കാശിൻ്റെ അഹങ്കാരമൊന്നും ഞങ്ങൾ അതിനെ പോയി നോക്കിട്ട് വരാം. ഒടുക്കത്തെ കാര്യം അവളെന്താ ചെയ്യുന്നത്? കുട്ടി അവിടെ നിന്ന് തുണി കഴിയുന്ന കണ്ടു. ഗായ്സ്, വീഡിയോ ഒന്നും കാണിക്കില്ലെന്നാണ് അവൾ പറഞ്ഞത്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഇതൊക്കെ. കൈ കഴിഞ്ഞാ നോക്കട്ടെ. എസ്തെറ്റിക് ഗൈസ്, എസ്തെറ്റിക്. കഴിഞ്ഞു. രാവിലെ തൊട്ട് ഇതുവരെ സെയിം ഡ്രസ്. അതിനർത്ഥം എന്താ? ഞങ്ങൾ കുളിച്ചില്ല. അതിനെ കഴിക്കും. അവൾ കുളിച്ചില്ല. ഞങ്ങളൊന്നും ഇപ്പോഴും കുളിക്കാറില്ല. എത്തിക്കപ്പോൾ താഴെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ തീർന്നു. അത് ശരിക്കും പുറത്തുനിന്നുള്ള സ്നാക്സ് ആയിരുന്നു. പക്ഷേ പനിമുടക്ക് കാരണം മെച്ചക്കപ്പോൾ നാളെ പുറത്തുനിന്നുള്ള സ്നാക്സ്. ഞങ്ങൾ 3 പേരും 3 റൂമിലാണ്. അതെ, ഇതെൻ്റെ റൂം. വല്ലപ്പോഴും ഇടാൻ. അതെ അതെ, ഡോഗിന് വേണ്ടി വൈകിട്ട് കുടിക്കാൻ ഇപ്പം കുടിക്കും ഞാൻ. എൻ്റെ മറ്റേ സ്റ്റെപ്പ് നടും വരാം ഞാൻ. ഇതെൻ്റെ റൂമാണ്. ഒരു ശബ്ദം കേൾക്കും, പേടിക്കണ്ട. ഇതാണ് എൻ്റെ ടേബിൾ ബെഡ്. ഇത് അഞ്ചിമ, അതിലെ ജെക്കെ വെട്ടമില്ല. ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞില്ലേ? 6 മണി. കുളിച്ചിട്ടൊക്കെ വന്നാൽ അപ്പോൾ ഡേ ഇൻ അവർ ലൈഫ്